കൂരിയാടിൽ ദേശീയപാത തകർന്ന സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് PSC റിപ്പോർട്ടിൽ ശുപാർശ. സർവീസ് റോഡുകൾ പൂർത്തിയാക്കും വരെ ടോൾ പിരിക്കരുത്. നിർമ്മാണത്തിലെ ക്രമക്കേടിൽ CAG പരിശോധന വേണമെന്നും ശുപാർശ. കൂരിയാട് സംഭവം ഒരു കണ്ണു തുറപ്പിക്കുന്ന സംഭവമായിരുന്നു. അത് അവർ തന്നെ അംഗീകരിച്ചു. ഡിസൈൻ ഫെയിലറാണെന്ന് കമ്മിറ്റി മുമ്പാകെ 2 ഉദ്യോഗസ്ഥന്മാരെ അവർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയെ അവർ 1 വർഷക്കാലത്തേക്ക് മറ്റ് ടെൻഡറുകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നടപടികളെല്ലാം വെറും ഐവാഷ് നടപടികളാണ്. ഇത് നേരത്തെ തന്നെ പലരും ആവശ്യപ്പെട്ടതാണ്. അവിടെ ഈ രീതിയിലല്ല ഡിസൈൻ വേണ്ടത് എന്ന് ആവശ്യപ്പെട്ടതാണ്. അവരാരും കേട്ടില്ല. അവരെ ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സത്വരമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർവീസ് റോഡുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ടോൾ കളക്ഷൻ നിർത്തിവെക്കണം. ഇതും നമ്മുടെ റെക്കമെൻഡേഷനിൽപ്പെട്ടതാണ്. അടിയന്തരമായിട്ടും ദേശീയപാത പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു CNTAG ഓഡിറ്റ്, കാലതാമസം, ടോളുകളിലത്തെ സ്വാഭാവികതകൾ, സർവീസ് ഡെലിവറി ഗ്യാപ്പുകൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് ഓഡിറ്റ് CNTAGയോട് നടത്താൻ കമ്മിറ്റി ഇന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. അനൂപ്, ഇപ്പോൾ നടപടി വേണം, സത്വരമായിട്ടുള്ള നടപടി വേണമെന്ന് PSC റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. ഈ ശുപാർശയുടെ പൂർണ്ണ രൂപം എങ്ങനെയാണ്? നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? PSCക്ക് ശുപാർശ ചെയ്യാൻ മാത്രമാണ് കഴിയുക. സർക്കാരാണ് മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടത്. സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് നേരത്തെ ഈ കൂരിയാട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത്. പക്ഷേ KC വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നിർമ്മാണ കരാർ എടുത്ത കമ്പനിയെ 1 വർഷത്തേക്കാണ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതിനപ്പുറത്തേക്ക് അത് കഴിഞ്ഞ അയാൾക്ക് വീണ്ടും അതേ കമ്പനിക്ക് തന്നെ കൂരിയാടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ ദേശീയപാത ചെയ്യാൻ കഴിയും. അതാണ് ഇപ്പോഴത്തെ ഒരു നിലപാടും സമീപനവും. ആ സമീപനം മാറണം എന്നുള്ള നിർദ്ദേശം PSC റിപ്പോർട്ടിലുണ്ട്. ഇതൊരു ഇടക്കാല റിപ്പോർട്ട് മാത്രമാണ് നൽകിയിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് വീണ്ടും നൽകുമെന്ന് പറയുന്നു. എന്തായാലും കൂരിയാട് ഈ ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ പേരിനുള്ള നടപടി മാത്രമാണ് ഉണ്ടായത്. അതിശക്തമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ എന്നാണ് PSC ചെയർമാൻ എന്നുള്ള നിലയിൽ KC വേണുഗോപാൽ നിലപാട് സ്വീകരിച്ചത്. കൂരിയാടിൽ ദേശീയപാത തകർന്ന സംഭവത്തിൽ നടപടി വേണമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ പാതയെ നോക്കിക്കാണുന്നത്. അതിനിടയിലാണ് പാത ഇങ്ങനെ ഒന്നായി തകർന്നു വീണ സംഭവം ഉണ്ടായത്. അതിലാണ് നടപടി വേണമെന്നുള്ള ആവശ്യമുണ്ടാകുന്നത്.